അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിലൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ 12 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള ഒരു യൂണിഫോമിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്, അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഇതിൻ്റെ ഫുൾ ലെങ്ത്താണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. തുണി ഇതേപോലെ 4 ആക്കി മടക്കിയതിന് ശേഷം മാത്രമാണ് ഇതേപോലെ ലെങ്ത്ത് എടുക്കേണ്ടത്. നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കുമ്പോൾ എത്രയാണോ നമ്മളെ ബോഡിയിൽ നിന്ന് കിട്ടുന്ന, കുട്ടികൾക്കുള്ള ബോഡിയിൽ നിന്ന് കിട്ടുന്ന ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് അതിനോട് എക്സ്ട്രാ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനും അതേപോലെ അടി മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ അടിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്, നമ്മൾ അടി മടക്കി തയ്ക്കണ ഭാഗത്ത് സ്ലിറ്റിന് ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ അവിടെ അത്യാവശ്യം വീതി വേണം. അതിനനുസരിച്ചാണ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഒരു അളവിനെടുത്ത ഒരു പഴയ യൂണിഫോമിൻ്റെ ടോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ ഇതാണ് ആദ്യം തന്നെ ഇതിൽ യൂണിഫോമിൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വിഡ്ത്തൊക്കെ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ഷോൾഡർ ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ഷോൾഡർ ലെങ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ സെയിം അളവ് തന്നെയാണ് ചെസ്റ്റ് അളവിനും അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും 6.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെസ്റ്റിൻ്റെ വീതി അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ വീതി ഞാനിവിടെ ഒരു 8 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടെ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇനി നെക്സ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഇതിൻ്റെ ഷേപ്പ് ലെങ്ത്താണ്. ഷേപ്പ് ലെങ്ത്ത് ഒരു 13.5 ഇഞ്ചിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഷേപ്പിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഇതിനെക്കാട്ടിലും നമ്മൾ ചെസ്റ്റ് അളവിനെക്കാട്ടിലും 1 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം അതിനോട് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഇതേപോലെ ചുരിദാറിൻ്റെ ഷേപ്പിൽ ഇതേപോലെ വെച്ചെടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത തയ്യൽ തുമ്പ് കണക്കാക്കി ഈ ഭാഗത്തിലൂടെ ഇങ്ങനെ സ്ലിറ്റ് ഭാഗത്തുമ്പോൾ 1 ഇഞ്ച് ക്യാപ്പിട്ട് ഒന്ന് വരച്ചെടുക്കുക. ഈ ഭാഗത്തിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് ഭാഗം കട്ട് ചെയ്യണ മെഷർമെൻറ്റ് നോക്കാം. നെക്കിൻ്റെ വെടുത്ത് അടയാളപ്പെടുത്തുന്നത് 3.25 ഇഞ്ചിലാണ്. അപ്പോൾ നെക്ക് നമ്മൾ മറിച്ച് അടിച്ച് വരുമ്പോൾ 3.5 ഇഞ്ചിൽ കിട്ടും. അപ്പോൾ 3.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3.25 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ ഇനി നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മെഷർമെൻ്റ് എടുത്ത ശേഷം സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തണം. അപ്പോൾ ഒരു 2.5 ഇഞ്ചിലാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഈ പീസിൽ തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലത്തെ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാൻ ഇത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നമ്മളെടുത്ത മെഷർമെൻറ്റിൻ്റെ അവിടെ നിന്ന് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ബാക്കിനും ഫ്രണ്ട് നെക്കിനും പാടെ ഞാൻ ഇതേപോലെ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആം ഹോളിൻ്റെ ആ ഭാഗത്തും ഒന്ന് കർവ് ചെയ്ത് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്കെയിൽ ഉപയോഗിക്കാം. അല്ലാതെ ഈ സ്കെയിൽ ഇല്ലെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് വേണമെങ്കിലും ഇതേപോലെ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ അടിഭാഗത്ത് നിന്നാണ് ഞാനിത് കട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതേപോലെ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് നമ്മൾ തയ്യൽ തുമ്പ് എടുത്ത് ഈ ഭാഗത്തിലൂടെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇനി ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഇതേപോലെ ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക.
ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നും കട്ട് ചെയ്തിട്ട് താഴേക്ക് വേണമെങ്കിലും അങ്ങനെയും വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി സ്ലിറ്റിൻ്റെ ഭാഗം അതേപോലെ ഷേപ്പിൻ്റെ ഭാഗം വരുന്ന ഈ ഭാഗത്തും ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമുള്ള നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നിട്ട് ഈ പീസുകൾ തമ്മിൽ മാറ്റി കൊടുത്തിട്ടാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ അടയാളപ്പെടുത്തിയ ആ മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ പീസ് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് അടയാളപ്പെടുത്തിയ ഈ ഫ്രണ്ട് നെക്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈ മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഷോൾഡറിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. ബാക്കി വന്ന പീസിൽ നിന്നും ഇതേപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് കയ്യിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പീസ് തികയാതെ വന്നുകൊണ്ടാണ് ഈ രീതി കട്ട് ചെയ്യണത്. നല്ല സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യണത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംശയമുള്ളവർ അത് കണ്ടു നോക്കുക. ലെങ്ത്ത് ഇതേപോലെ പഴയ ടോപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ ലെങ്ത്ത് നമ്മൾ തയ്യൽ തുമ്പടക്കം ഇതിനുള്ള വെടുത്തും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ എടുത്ത പീസിന്മേ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇവിടെ എടുത്ത പീസിനെക്കാട്ടിലും ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യത്തുമ്പ് ഇട്ടിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 1/2 ഇഞ്ച് മേലെ ഷോൾഡർ ജോയിൻ ചെയ്യാനും അതേപോലെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് അടിയിൽ മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടാണ്. ടോട്ടൽ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്തു. ഇനി ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തുക താഴോട്ട്. എന്നിട്ട് കൈക്കുഴി കുഴിച്ച് വരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടിയിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുക. ഒരുപാട് തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഷേപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി വേണ്ടത് കൈക്കുഴി നന്നായിട്ട് കുഴിച്ച് ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കണം. അതിന് മുമ്പേ നമ്മൾ എടുത്ത ടോപ്പിൻ്റെ കൈയിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റാണോ, കൈക്കുഴിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി എക്സ്ട്രാ തയ്യൽ തുമ്പും അതേപോലെ ലെങ്ത് എടുത്ത ആ ഭാഗത്തിലൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കൈക്കുഴിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് കേർവ് ചെയ്ത് കണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ തയ്യൽ തുമ്പ് എടുത്ത ആ ഭാഗത്തിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഈ മുകളിൽ വരുന്ന എക്സ്ട്രാ ഈ തുമ്പൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ 4 പീസായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്ന് ജോയിൻ ചെയ്യണം. കൈയിൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടും അതേപോലെ ശീല തികയാതെ വന്നുകൊണ്ടാണ് ഈ ടൈപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നെക്ക് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 1.25-1.5 ഇഞ്ചിലാണ് ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു കേർവ് ഷേപ്പിലാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഈ കട്ടിങ് വീഡിയോ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് വീഡിയോ കാണാം. ഇനി കഴുത്ത് നമ്മൾ പൈപ്പിംഗ് കൊടുക്കണം, കഴുത്തടിച്ച് മറിക്കാൻ. അപ്പോൾ പൈപ്പിങ്ങിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ഈ ക്രോസ് പീസിൻ്റെ സൈഡ് ഭാഗം 2 ഭാഗവും ഇതേപോലെ ഒന്ന് നീറ്റിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ 2 പീസുകളും തമ്മിൽ ഈ വി ഷേപ്പ് പോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇതേപോലെ ക്രോസിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അത് നല്ല ലെവലിക്ക് നിൽക്കുന്നുണ്ട്. ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ലോങ്ങിൽ തന്നെ നല്ല ലെങ്ത്തിൽ ഈ ക്രോസ് പീസ് കിട്ടും. ക്രോസ് പീസ് ലെങ്ത്ത് ഉണ്ടായാലുള്ളൂ നമ്മൾ എടുത്ത നെക്ക് ഇതേപോലെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് നോക്കുമ്പോൾ
നെക്കിൻ്റെ അളവിനനുസരിച്ച് ക്രോസ് പീസും ലെങ്ത് ഉണ്ടാവുള്ളൂ. ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മൾ ചുരിദാറിൻ്റെ നല്ല വശവും ചേർത്ത് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് ഇടവിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ അടിച്ചു കൊടുക്കുക. ഇനി ഇത് സ്റ്റിച്ചുമേ തട്ടാതെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം. നമ്മൾ കഴുത്ത് മറിച്ചടിക്കുമ്പോൾ നല്ല ലെവലിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നൂലുമേ തട്ടാതെ, അതേപോലെ നമ്മൾ അടിയിലെ ക്ലോത്തുമൊക്കെ തട്ടാതെ ശ്രദ്ധിക്കണം. നെക്കിനെ മോശം വശത്ത് വെച്ച് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കുറച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ട് വേണം, നല്ല വൃത്തിക്ക് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഫ്രണ്ട് നെക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ബാക്ക് നെക്കും ഇതേപോലെ ടോപ്പിൻ്റെ നല്ല വശവും അതേപോലെ ക്രോസ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് ഇതേപോലെ 1/4 ഇഞ്ച് ക്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ സ്റ്റിച്ചുമേ തട്ടാതെ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷോൾഡർ ജോയിൻറ്റിങ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച നെക്കിൻ്റെ 2 വശം ഇതേപോലെ നല്ല വശവും ചേർത്തിട്ട് ഈ ക്രോസ് പീസ് ബാക്ക് നെക്കിൻ്റെ ഈ ക്രോസ് പീസ് ഇതേപോലെ രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്ന എഴുതിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷോൾഡർ ജോയിൻറ്റിങ് ഇതേപോലെ പൈപ്പിങ് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യുന്നത്. 2 ഷോൾഡറും ഇതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം ഇനി ഫ്രണ്ട് ഭാഗത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് നോക്കുക. അതിനുശേഷം ഈ ബാക്ക് സൈഡിലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഈ ബാക്ക് നെക്കിൻ്റെ ഈ ഭാഗം ഫുള്ളായിട്ട് പൈപ്പിംഗ് വരുന്ന ഈ ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ടൈമിലാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റിങ്ങും നെക്കിൻ്റെ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിക്കാണ് ഷോൾഡർ ജോയിൻറ്റിങ്ങും അതേപോലെ പൈപ്പിംഗ് നെക്കും വെച്ചുകൊടുക്കുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൈയിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൈയിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ സൈഡ് ഭാഗം തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ 2 പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കണം. അതിനുശേഷം ഇത് നിവർത്തി വെച്ചിട്ട് കൈയിൻ്റെ ഈ പീസ് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട തുണി തികയാതെ വന്നുകൊണ്ടാണ് ഈ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൈയിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി മറ്റേ കൈയും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി കൈയിൻ്റെ 2 അടിഭാഗവും ഇതേപോലെ മടക്കി തയ്ച്ച് കൊടുക്കുക. ഈ കൈയിൻ്റെയും അതേപോലെ മറ്റേ കൈയിൻ്റെയും അടിഭാഗം ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കുക. ഷോൾഡറിൻ്റെ നല്ല വശത്ത് വെച്ചുകൊണ്ട് തന്നെ കൈയിൻ്റെ നല്ല വശവും ചേർത്ത് ഇതേപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഈ കൈയിൻ്റെ മുൻവശം ഒന്ന് കൈയിൻ്റെ ഈ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്യണത് എന്ന് വെച്ചാൽ നമ്മളെ കൈക്കുഴി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈയിൻ്റെ ഭാഗമൊക്കെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ ഷോൾഡറിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് വെച്ച് അതേപോലെ കൈയിൻ്റെ ഈ സെൻറ്റർ ഭാഗം കൂടെ വെച്ച് കണ്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണത്. പിന്നെ കുഴിച്ച് നമ്മൾ 1/4 ഇഞ്ച് കട്ട് ചെയ്തത് ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്തത്. ബാക്ക് വശം കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ തുണി ഇതേപോലെ ഒന്ന് തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലെ ഈ ഭാഗവും ഇതേപോലെ കൈയിൻ്റെ ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അതേപോലെ ഇത് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം നല്ലതാണ്. ഇനി അതേപോലെ ഇതിൻ്റെ മറ്റേ സൈഡിലെ കൈയും ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കുക.
അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്തു, കൈ ജോയിൻ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഈ രണ്ട് ഭാഗത്തും ആം ഹോളിൻ്റെ ഈ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒരു പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് ഇവിടെ നിവർത്തി ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഒന്നും കൂടെ അടയാളപ്പെടുത്തിയിട്ട് വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അടിച്ചിട്ടെടുക്കാൻ. കൈവണ്ണത്തിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. അപ്പോൾ കൈവണ്ണം ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നു, അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് പിൻ ചെയ്യണം നല്ലതാണ്, എന്നാൽ ക്ലോത്ത് തെന്നിപ്പോവാതിരിക്കാൻ നല്ലതാണ്. ആം ഹോളിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ എടുത്ത മെഷർമെൻറ്റ് കറക്റ്റാണെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത്, പിന്നെ അതേപോലെ ഷേപ്പ്, ചെസ്റ്റ് അളവ് ഒക്കെ സ്ലിറ്റ് അളവൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ആ ഭാഗത്തിലൂടെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതേപോലെ രണ്ട് സൈഡിലും കൈയിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. സൈഡ് ഭാഗം ജോയിൻ ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഇതേപോലെ ഡബിളായിട്ട് ഒന്ന് മടക്കി തയ്ക്കുക, ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി തയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ യൂണിഫോമിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡ് ഭാഗത്ത് എക്സ്ട്രാ വരുന്ന തയ്യത്തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഒന്ന് വെട്ടി കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റിൽ തന്നെ കിടന്നോളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്കും കൂടെ ചെയ്യുക. എന്നാൽ ശരി, ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ അസ്സലാമു അലൈക്കും.